ഉണ്ണിയമ്മേ കുമ്പടി വന്നു. നമ്മുടെ ഇവിടെ ഇപ്പോൾ എമ്പുരാനെ കുറിച്ച് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭമാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. സിനിമയ്ക്ക് കളക്ഷൻ നല്ല രീതിയിൽ കയറുന്നുണ്ട്. ഇപ്പോൾ തന്നെ 200 കോടിക്ക് മുകളിലാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ ഗ്രോസ് ആണ് പറയുന്നത്. ആസ് ആൻ ഓഡിയൻ എന്താണ് നിങ്ങൾക്ക് എമ്പുരാനെ കുറിച്ച് തോന്നിയത്? കൊടുത്ത ഹൈപ്പിനുള്ളതുണ്ടോ, അതോ ഒരു ആവറേജ് അനുഭവമാണോ, അതോ ഒട്ടും തന്നെ കൊള്ളത്തില്ലായിരുന്നു? അത് നിങ്ങൾ തന്നെ എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കുക. മറുപടി ഉടനെ വേണം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എമ്പുരാൻ സിനിമ ഇറങ്ങിയതിനു ശേഷം ഇപ്പോൾ എല്ലായിടത്തും എമ്പുരാനെ കുറിച്ചുള്ള വാർത്തകളാണ്. ഇപ്പം പത്രങ്ങളായിക്കോട്ടെ, വാർത്താ മാധ്യമങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, എല്ലായിടത്തും ഇപ്പോൾ എമ്പുരാൻ 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 എന്ന് പറഞ്ഞ വാർത്തകളാണ്. എമ്പുരാൻ ഈ സീനിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, എമ്പുരാൻ ഇല്ലാതെ ഇങ്ങനെ ചെയ്തു, എമ്പുരാൻ ഇല്ലാതെ പോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ സെൻസർ കോപ്പിയിൽ 24 കട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഈ എമ്പുരാന്റെ ഇഷ്യൂ കാരണം ഇനി കുറച്ച് വരുന്ന സിനിമകൾക്ക് ഈ ഒരു പേടി, അതായത് ഈ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കുകളൊന്നും അവർ എടുക്കത്തില്ല. അത് മാക്സിമം തൊടാതിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് പറയാതിരിക്കലല്ല, പക്ഷെ പറയുമ്പോൾ തന്നെ രണ്ട് വശവും എന്താണ് സത്യമായിട്ട് നടന്ന കാര്യം അത് സത്യസന്ധമായ രീതിയിൽ അവതരിപ്പിക്കണം. അല്ലാത്തിടത്തോളം ഒരിക്കലും നമ്മുടെ ഇവിടെയുള്ള ജനങ്ങൾ ആ സിനിമ സ്വീകരിക്കത്തില്ലെന്ന് മാത്രമല്ല, നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കമ്മിങ് ടു ദ മാറ്റർ, എമ്പുരാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും ഒത്തിണങ്ങിയ ഒരു പടമാണ്. അതായത് നമ്മുടെ മലയാളത്തിൽ നിന്ന് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പടമാണ്. പക്ഷെ സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഫ്ലോസും കാര്യങ്ങളും ഉണ്ട്, ഒരു നെഗറ്റീവ് വശങ്ങളും കൂടെ അതിന് ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു മിക്സഡ് റിവ്യൂ ആയിട്ട് ഇപ്പോൾ എമ്പുരാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് സിനിമയുടെ സ്പോയിലേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. എമ്പുരാൻ സിനിമയ്ക്ക് എവിടെയാണ് പാളിയത്, നമ്മളെല്ലാവരും എന്താണ് പ്രതീക്ഷിച്ചു പോയത്, നമുക്കെല്ലാവർക്കും എന്താണ് സിനിമയിൽ നിന്ന് കിട്ടിയത്? സിനിമയിൽ ഇപ്പോൾ പ്രധാന ഫ്ലോസ് ഇപ്പോൾ ആൾക്കാർ എടുത്തു പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ BGMന്റെ പ്രശ്നം തന്നെയാണ്. ശരിയാ, വെറും മേക്കിംഗ് വൈസ് എല്ലാ രീതിയിലും പൃഥ്വിരാജ് നല്ല രീതിയിൽ അറിഞ്ഞ് ചെയ്തിട്ടുണ്ട്. പക്ഷേ BGM കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ ഉണ്ട്, കുറച്ചുകൂടെ നല്ല രീതിയിൽ ഒരു ടോപ്പ് ലെവൽ. അതായത് മലയാളത്തിൽ നിന്നൊരു പ്രോജക്റ്റ് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പാട്ടേടി എന്ന് പറഞ്ഞ ആൾക്കാർക്ക് വേണ്ട, ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അവരുദ്ദേശിക്കുന്ന ഒരു BGM അങ്ങോട്ട് എത്തിയിട്ടില്ല. ഒരു പവർ പാക്ക് BGM ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അനിരുദ്ധ് ആയിരുന്നാലും നമ്മുടെ സുഷിൻ ശ്യാം ആയിരുന്നാലും ജെയ്ക്സ് ബിജോ ആയിരുന്നാലും അവർ ചെയ്യുന്ന BGMs ഒക്കെ ഒരു പവർ ഉണ്ട്. ഇങ്ങനെയാണ് പൊതുവെ ആൾക്കാർ ഒരു പബ്ലിക് റെസ്പോൺസ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ലൂസിഫറിലെ ക്ലൈമാക്സിൽ ലാലേട്ടൻ അബ്രാം ഖുറൈശിയാണെന്ന് ഓഡിയൻസിന് റിവീൽ ചെയ്യുന്ന ഒരു ടൈമിൽ ദീപക് ദേവ് ഒരു BGM ഇടുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് ആദ്യം തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഇതെന്താണ് ചെയ്യുന്നത്, ഇതാണോ അബ്രാം ഖുറൈശി കൊടുക്കേണ്ട ഒരു BGM, ഇതെന്താണ് ഒരു പഞ്ചില്ലാത്ത പോലെ എന്നാണ് ആദ്യം എനിക്ക് തോന്നിയത്. പക്ഷെ അവരുടെ ഇൻ്റർവ്യൂ അതിന് ശേഷം കണ്ടപ്പോൾ പൃഥ്വിരാജ് പറയുന്നുണ്ട്, ക്ലിയർലി എടുത്ത് പറയുന്നുണ്ട്, ഇതൊരു മാസ് മസാല ഫിലിം അല്ല, ഇത് ഞാൻ അങ്ങനെയല്ല പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയല്ല നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ഇതൊരു ഇൻ്റർനാഷണൽ ടച്ചുള്ള, അതായത് നമുക്കും ഇൻ്റർനാഷണൽ ഫിലിംസ് ചെയ്യാൻ വേണ്ടി പറ്റും, മലയാളത്തിൽ നിന്ന് വരുന്ന ഒരു ഇൻ്റർനാഷണൽ ഫിലിം എന്ന രീതിയിലാണ് അവർ പ്രൊമോഷൻ കൊടുക്കുന്നത് ഓരോ കാര്യങ്ങളും. അതിനുശേഷം എനിക്ക് മനസ്സിലായി ഇതൊരു മാസ് മസാല ഫിലിം അല്ല, ഇവർ ഇങ്ങനെ ഒരു രീതിയിലാണ് ഇവർ ഈ കോൺസെപ്റ്റിനെ ഒരു അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ഇങ്ങനെയാണ് ആ ഒരു ഓഡിയൻസിൻ്റെ മുമ്പിൽ എത്തിക്കാൻ പോകുന്നത്. എമ്പുരാൻ ആയിരുന്നാലും ലൂസിഫർ ആയിരുന്നാലും ഇനി ഇറങ്ങുന്ന L3 ആയിരുന്നാൽ പോലും. ഇനിയുള്ള പ്രശ്നം ആൾക്കാർ എടുത്തു പറയുന്നത് വെച്ചാൽ സ്ക്രിപ്റ്റിൻ്റെ ഒരു പോരായ്മയാണ്. അതായത് സെക്കൻഡ് ഹാഫിൽ ഒരു ഫോറസ്റ്റ് ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ടുള്ള സീൻസൊക്കെ നല്ല രീതിയിലുള്ള ഒരു ബോറടിയാണ് ആൾക്കാർക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ക്ലൈമാക്സ് എങ്ങനെയോ കൊണ്ട്, അതായത് ഒരു എൻഡ് വേണം എന്നുള്ള രീതിയിൽ, ഈവൻ നമ്മുടെ മെയിൻ വില്ലനായ റെക്യൂണിനെ പോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു വല്ലാത്തൊരു രീതിയിലാണ്. അതായത് ആൾക്കാർക്ക് ഒട്ടും ദഹിച്ചിട്ടില്ല. ആ ഒരു രീതിയിലാണ് ഇതെല്ലാം കൊണ്ട് അവസാനിപ്പിക്കണമല്ലോ എന്ന് പറഞ്ഞ രീതിയിലാണ് എല്ലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന രീതി എന്നാണ് ആൾക്കാർ പൊതുവെ ഇങ്ങനെ പറയുന്നത്. ഇനി മെയിനായിട്ട് ആൾക്കാർ എടുത്തു പറയുന്നത് വെച്ചാൽ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് സീനാണ്. ടിപ്പിക്കൽ തെലുങ്കു രീതിയിലാണ് ആ ഫൈറ്റ് സീൻ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ ഇൻ്റർനാഷണൽ മൂവി മേക്ക് ചെയ്യുന്ന ഒരു ക്ലെയിം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ തെലുങ്കു മൂവിയിലെ രീതിയിലാണ് ക്ലൈമാക്സ് ഫൈറ്റ് എടുത്തു വെച്ചിരിക്കുന്നത്.
അതോടൊപ്പം സിനിമയുടെ ലെങ്ത്തിനെ കുറിച്ച് ആൾക്കാർക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. അതായത് ഇത്ര ലെങ്ത്ത് സിനിമയ്ക്ക്, അതായത് ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളെല്ലാം 2-2.5 മണിക്കൂറാണ് മാക്സിമം പോയി കഴിഞ്ഞാൽ. അതിൽ കൂടുതലുള്ള ഒരു ക്ഷമ ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് കിട്ടുന്നില്ല. അതാണ് മെയിൻ കാര്യം. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നിട്ടും, അതായത് ഇന്ന പ്രശ്നങ്ങളുണ്ട്, നമുക്ക് എടുത്തു പറയാൻ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതുപോലുള്ള പ്രോബ്ലംസ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നിട്ട് 2-3 തവണയും കയറി കാണുന്നവരും ഉണ്ട്. അതുപോലെ തന്നെ ഈ കോൺട്രവേഴ്സി, എന്താണ് ഈ സിനിമയ്ക്ക് അത്രമാത്രം കോൺട്രവേഴ്സി എന്നറിയാൻ വേണ്ടി കാണുന്നവരും അധികം പേരും നമുക്ക് എമ്പുരാൻ കാണുന്നവരും ഉണ്ട്. സിനിമ ഓരോ ദിവസം ഓരോ കോൺട്രവേഴ്സി, അതായത് ലേറ്റസ്റ്റ് ആയിട്ടൊന്ന് തമിഴ്നാട്ടിലും ഡാമിനെ കുറിച്ചുള്ള സിനിമയുടെ പോസ്റ്ററിൽ വന്നിട്ടുള്ളതിനെ കുറിച്ച് അവിടെ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നതാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഓരോ പ്രക്ഷോഭങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതോറും സിനിമ നല്ല രീതിയിൽ കത്തി കയറുന്നുണ്ട്. എന്തായാലും സിനിമ ആ രീതിയിൽ തന്നെ പോകട്ടെ. എത്രയും പെട്ടെന്ന് L3 അനൗൺസ്മെന്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡെയിലി വാർത്തകൾക്കും ഡെയിലി ഫിലിം അപ്ഡേറ്റ്സിനും വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.